Hi, I am Miss Lisa. Welcome to Mada Music Center. ഇന്ന് നമ്മൾ എടുക്കുന്ന പാട്ട് ചന്ദന മണിവാതിൽ പാതിച്ചാരി. അപ്പോൾ ആ പാട്ട് എടുക്കുമ്പോഴേ അതിൻ്റെ രാഗം നമുക്ക് നോക്കാം, അതിൻ്റെ സ്കെയില്, അതേസമയം അതിന് പറ്റിയ കോഡ്സ് ഇത്രയും നമുക്ക് പഠിക്കാം. പിന്നെ എപ്പോഴും മിസ് എഴുതുന്ന പോലെ ബിയുടെ കോഡ്സ് നമ്മൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, നമുക്കതും പഠിക്കാം. നമ്മൾ ഈ പാട്ട് എടുക്കുമ്പോഴേ ഇതിൻ്റെ നമുക്ക് ഇ ഫ്ലാറ്റ് മേജറിലാണ് ഈ പാട്ട് ഇരിക്കുന്നത്, മിസ്സുങ്ങൾ പഠിപ്പിക്കുന്നത്. ഇത് ഇ ഫ്ലാറ്റ് മേജറിനുണ്ട് 3 ബ്ലാക്ക് കീസ്, സി മൈനറിനും ഉണ്ട്. പക്ഷേ ഈ പാട്ട് നമ്മൾ ലാൻഡിങ്ങോട്ട് ഇവിടെ വരുന്നത്, ശരണത്തിൻ്റെ ലാൻഡിങ് ഇവിടെ വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് മിസ് പറഞ്ഞത് ബി ഫ്ലാറ്റ് അല്ല, ഇ ഫ്ലാറ്റ് മേജറാന്ന് പറഞ്ഞു. അപ്പോൾ ഇ ഫ്ലാറ്റ് മേജറിൻ്റെ സ്കെയിൽ നമുക്ക് നോക്കാം. ഇതുണ്ട്, ഇതാണ് റൈറ്റ് എടുക്കുന്നത്. ലെഫ്റ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കും. ഇതാണ് ഈ ഫ്ലാറ്റ് മേജർ സ്കെയിലിൻ്റെ ഫിംഗറിങ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മൾ വന്നിത് രാഗം നോക്കാനാണെങ്കിൽ ഇത് നമ്മളൊന്ന് മേളകർത്താ രാഗം 20ാമത് മേളകർത്താ രാഗമായ നടഭൈരവി രാഗത്തിൻ്റെ ജന്യരാഗമാണ് ഹിന്ദോളം എന്ന രാഗം. ആ രാഗത്തിലാണ് ഈ പാട്ട് വന്നിരിക്കുന്നത്. ഈ പാട്ട് സ്വരസ്ഥാനം, ഈ രാഗത്തിൻ്റെ സ്വരസ്ഥാനം ഷഡ്ജം, സാധാരണ ഗാന്ധാരം, ഷഡ്ജം, സാധാരണ ഗാന്ധാരം, ശുദ്ധ മധ്യമം, പഞ്ചമവില്ല, ശുദ്ധ ദണ്ഡകം, കൈഷി നിഷാദം, ഷഡ്ജം. ഇതാണ്. അപ്പം ഇങ്ങനെ പോകുമ്പോഴേ നമ്മൾ ഈ രാഗത്തിൽ ഈ പാട്ട് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ രാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. രാഗം എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം. അപ്പം നമ്മൾ സസ്തേനിട്ട് വായിച്ചാൽ ഇതുണ്ട്. അപ്പം നമ്മളിവിടെ സ ഗ മ ധ നി സ. അപ്പോൾ ഇതെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ 2 സ്വരത്തിൽ കൈ വെക്കരുത്. ഓക്കെ, ബാക്കിയുള്ളത് എടുക്കുക. ഇത് 3 ബ്ലാക്ക് കീസിട്ട് തന്നെ വെക്കണം. നോക്കണേ, ഇവിടെ നമ്മൾ ആരംഭിക്കുന്നത്. അപ്പൊ പല്ലവി ഇങ്ങനെ വന്നു നിന്നു അല്ലേ? ഇനി അനുപല്ലവി എടുക്കാം. ഇത് കണ്ടോ, വീണ്ടും ഒരിക്കൽ കൂടെ ഉണ്ട്. പല്ലവി വന്നു നിന്ന് ഇവിടെ, അനുപല്ലവി വന്നു നിന്ന് ഇവിടെയാണ്. അപ്പൊ ശരണവും അതുപോലെ തന്നെയാണ് വരുന്നത്. അപ്പൊ നിങ്ങളൊന്ന് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ എങ്ങനെ എടുക്കും നിങ്ങൾ? ഇത് കണ്ടോ, ചന്ദന മണിവാതിൽ. ഇത് നല്ല സസ്റ്റൈനുണ്ട്. ഇതിന് ഹിന്ദോളം ഇതാ വരും. ഇത് അവിടെ നിന്ന് ഇവിടെ വരല്ലേ? പല്ലവി ഇത്രയാണ്. അനുപല്ലവി നിങ്ങൾ എടുക്കുമ്പോൾ ഇത് കണ്ടോണേ, ഒരിക്കൽ കൂടെ എടുക്കണം. ഇത് കണ്ടോ,
സാറിന് ഇതുവരെ തീരുകയാണ്. അപ്പൊ നിങ്ങൾ ഇനി ഒന്ന് ഇത് കഴിഞ്ഞ് പിന്നെ ചന്ദനമണിവാതിൽ. ഇന്തോളം ഇവിടെയാണ്. അപ്പൊ ഇത് ഇങ്ങനെ, ഇത് പല്ലവിയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് കേട്ടോ. അനുപല്ലവി ഇവിടെയാണ് വന്ന് നിൽക്കുന്നത്. ഓക്കെ, അത് നമുക്കിത് കഴിയുമ്പോൾ വീണ്ടും നമ്മളപ്പോൾ ഈ പാട്ട് നിങ്ങൾ എടുക്കുമ്പോൾ ഒന്നുകൂടി ഇവിടെ എടുക്കുമ്പോൾ ഉണ്ടോ, രണ്ട് പ്രാവശ്യം ഉണ്ട്. എന്താ ഇവിടെയാണ് ശർണവും അനുപല്ലവും വന്നിരിക്കുന്നത്, ഇവിടെയാണ് കേട്ടോ. ഓക്കെ, ഇതിന് പറ്റിയ കോഡ്സ് നോക്കണ്ടേ. ഇതുണ്ട്, നമുക്ക് ജി ബി ഫ്ലാറ്റ് മേജർ എടുക്കാം കണ്ടോ. അതേസമയത്ത് എ ഫ്ലാറ്റ് മേജർ എടുക്കാം, പിന്നെ ഇ ഫ്ലാറ്റ് മേജർ എടുക്കാം. ഇങ്ങനെ കുറെ ഇതെടുക്കാം നമുക്ക്. ഇത് കണ്ടോ, പിന്നെ ഇങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് കോഴ്സുകൾ ഇവത്തിൽ പഠിക്കാൻ പറ്റും കണ്ടോ. അപ്പൊ ഇങ്ങനെ പല കോഴ്സുകളും ഇതിന് പറ്റിയ കോഴ്സുകളാണ്. പിന്നെ നമ്മൾ ഇനി വന്നിട്ട് B7 ഫ്ലാറ്റ് 5 ഇട്ടിട്ടുണ്ട്, ബോർഡർ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ എടുക്കുന്നത്, ഇത് കണ്ടോ. ഇതാണ് B. ഇത് കണ്ടോ, ഇങ്ങനെ എടുക്കും. ഇങ്ങനെ എടുത്തെന്നാൽ B A B D ഷാർപ്പ് F. ഇങ്ങനെ എടുത്തെന്നാൽ B7 ഫ്ലാറ്റ് 5 വരും. അതേസമയത്ത് ഈ എഫിലെ കയർത്ത് ജിയിൽ ഇങ്ങോട്ട് വെച്ചാൽ B7 ഷാർപ്പ് 5 ആവും. ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇനി മിസ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്, അത് നോക്കാം. B ഫ്ലാറ്റ് 7 5 അല്ല, B ഫ്ലാറ്റ് 7 5 അല്ല, B7 ഫ്ലാറ്റ് 5. അതിൻ്റെ നൊട്ടേഷൻ എഴുതുന്നത് ഇങ്ങനെ കേട്ടോ. ഇത് F D ഷാർപ്പ് B A 1 2 4 5 B7 വിത്ത് ഫ്ലാറ്റഡ് ഫിഫ്ത്ത്. ഇത് B7 വിത്ത് റൈസ്ഡ് ഫിഫ്ത്ത്, അതായത് B7 ഷാർപ്പ് 5. അതിൻ്റെ നോക്കിയാൽ ഇവിടെ വ്യത്യാസം കണ്ടു. ഇവിടെ F ഉണ്ട്, ഇവിടെ F ഇല്ല. പക്ഷെ ഇവിടെ G ഇല്ല, ഇവിടെ G ഉണ്ട്. അപ്പം റൈസ് ചെയ്തപ്പോൾ, അതായത് ഷാർപ്പ് വന്നപ്പോൾ ഒരു G കൂടി വന്നു. ഇതാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് പഠിക്കാനുള്ളത്. എന്തെങ്കിലും സംശയമുള്ളവർ മിസ്സിനെ വിളിക്കുക കേട്ടോ. അപ്പം എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, കൂടുതൽ സമയം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിന് വീണ്ടും കാണാം. എന്തൊക്കെ ചെയ്യണം? ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.